അഭിപ്രായ വ്യത്യാസങ്ങൾ ഉപേക്ഷിച്ച് രാഷ്ട്ര നിർമ്മാണത്തിനായി പ്രവർത്തിക്കാൻ മതനേതാക്കളോട് ബിഷപ്പിൻ്റെ അഭ്യർത്ഥന. പുതിയ സമൂഹത്തിൻ്റെ രൂപീകരണത്തിനായി എല്ലാ മതസ്ഥരും ഒരേ മനസ്സോടെ അണിനിരക്കേണ്ട അവസരമാണിതെന്നും ഉടുപ്പി ബിഷപ്പ് ജെറാൾഡ് ഐസക് ലോബോ പറഞ്ഞു. സർവധർമ്മ സൗഹാർദ്ദ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ബിഷപ്പ്. തീരദേശ നഗരമായ ഉടുപ്പി കടുത്ത ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ ശക്തി കേന്ദ്രമാണ്. BJPയുടെ കീഴിൽ കർണാടക നിയമസഭ 2022 മെയ് മാസത്തിൽ മതപരിവർത്തന വിരുദ്ധ നിയമം പാസാക്കിയെങ്കിലും കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ നിയമം പിൻവലിച്ചിരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഹിന്ദു അനുകൂല പാർട്ടി ആഗ്രഹിക്കുന്നതെന്ന് കർണാടക കാത്തലിക് ബിഷപ്പ് കൗൺസിൽ വക്താവ് ഫാദർ ഫൗസ്റ്റിൻ ലൂക്കോസ് ലോബോ പറഞ്ഞു. ഹിന്ദു ദൈവങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കുറിച്ച് മോശമായി സംസാരിച്ചുവെന്നാരോപിച്ച് ഒരു കന്യാസ്ത്രീയെ അധ്യാപക ജോലിയിൽ നിന്ന് മാറ്റാൻ കടുത്ത ഹിന്ദുത്വവാദികൾ കത്തോലിക്ക സ്കൂളിൽ സമ്മർദ്ദം ചെലുത്തിയത് അടുത്തിടെയാണ്. വടക്കൻ കർണാടകയിലെ മറ്റൊരു ജില്ലയിൽ മതപരിവർത്തനം ആരോപിച്ച് ക്രിസ്ത്യൻ നഴ്സിനെതിരെ പോലീസ് നടപടിയെടുത്തിരുന്നു. ക്രൈസ്തവർക്കെതിരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് സർവ്വമത സമ്മേളനം സംഘടിപ്പിച്ചത്. ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനങ്ങൾ നടക്കുന്ന 28 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കർണാടക 3-ാം സ്ഥാനത്താണ്. 2023 സംസ്ഥാനത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ 20-ലധികം അക്രമ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.